മണ്ണുകൊണ്ട് ചിത്രം വരച്ച ശ്രദ്ധ നേടുകയാണ് ചിത്രകാരനായ പ്രമോദ് ഗോപാലകൃഷ്ണൻ. ഈ കലാകാരൻ ക്യാൻവാസിൽ തീർക്കുന്ന ചിത്രങ്ങളെല്ലാം മണ്ണുകൊണ്ട് നിർമ്മിച്ചതാണ്. മാറുന്ന കാലത്തിനെയും പുതിയ രീതികളെയും ചിത്രരചനയിലൂടെ ആവിഷ്കരിക്കുകയാണ് ഈ കലാകാരൻ. ഗുഹകളിലെ ചിത്രങ്ങളൊക്കെ കാലമെത്ര കഴിഞ്ഞാലും നിറം മങ്ങാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഇടപ്പള്ളിയിലെ ചങ്ങമ്പുഴ പാർക്കിൽ ഇന്നലെ വൈകുന്നേരം എത്തിയവർക്ക് ആ ചോദ്യത്തിനുള്ള മറുപടി ലഭിച്ചിരിക്കണം. പ്രകൃതി വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ പ്രകൃതി നിന്നുള്ള വർണ്ണങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു ചിത്രരചനാ രീതിയാണ്. ഇത് ഒരു പുതിയൊരു പദ്ധതിയൊന്നുമല്ല. ഇത് 60,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ സ്പെയിനിലെയും ഇന്ത്യയിലെ തന്നെ പല ഗുഹകളിലും ചിത്രങ്ങൾ വരച്ചിട്ടുള്ള ഒരു രീതിയാണ്. പരമ്പരാഗത കലാകാരന്മാരുടെ കരവിരുതും സൗന്ദര്യബോധവും തീർത്ത നിരവധി ചിത്രങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇവയെല്ലാം നിരവധി ചായക്കൂട്ടുകളാൽ നിർമ്മിച്ചവയാണ്. എന്നാൽ പ്രമോദ് ഗോപാലകൃഷ്ണൻ എന്ന ചിത്രകാരന്റെ ഓരോ ചിത്രങ്ങളും മണ്ണുകൊണ്ട് തീർത്തതാണ്. വിവിധ നിറത്തിലുള്ള മണ്ണുകൾ, ഇവയൊക്കെ വിവിധ ജില്ലകളിൽ നിന്ന് ശേഖരിച്ചവയാണ്. പച്ച നിറത്തിന് ഉപയോഗിക്കുന്നത് മരങ്ങളിൽ നിന്നും പറിച്ചെടുക്കുന്ന ഇലകൾ. മണ്ണുകൾ മൈദയിൽ ചേർത്താണ് ക്യാൻവാസിൽ പതിപ്പിക്കുന്നത്. മണ്ണിന് നിറം കൊടുക്കേണ്ട കാര്യമില്ല, മണ്ണിന് ഓൾറെഡി നിറം ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രദേശത്തൊക്കെ ഇപ്പോൾ കൊച്ചി പോലുള്ള സ്ഥലത്തൊക്കെ മണ്ണിനൊക്കെ ഏകദേശം ഒരേ കളറായിരിക്കും. നമ്മൾ തൃശ്ശൂർ വല്ല പാലക്കാട് കണ്ണൂർ ഭാഗത്തൊക്കെ പോയി അവിടെ ലാട്രൈറ്റ് ആണ്. ലാട്രൈറ്റിൻ്റെ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്ലിൽ തന്നെ നിരവധി കളറുകളുണ്ടാവും. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എടുക്കാം ഒരേ കളർ. ഇപ്പം ബ്രൗണിൻ്റെ തന്നെ യെല്ലോ ഇഷ്ടമാണ്, വൈറ്റ് ഇഷ്ടമാണ്. അങ്ങനെ പലതരം കളറുകൾ മണ്ണിന് നമ്മൾ കളർ ചേർക്കേണ്ട കാര്യമില്ല. മണ്ണിൻ്റെ കളർ തന്നെ അതേപടി ഉപയോഗിക്കാം. ക്യാൻവാസിൽ പൂർത്തിയാക്കപ്പെട്ട ഓരോ ചിത്രത്തിലും മണ്ണിന്റെ മണമുണ്ട്, ചെമ്പരത്തിയുടെ ചുവപ്പുണ്ട്, കൈവിരലിന്റെ മെയ്വഴക്കമുണ്ട്, പ്രകൃതിയുടെ പച്ചപ്പുണ്ട്. ഓരോ വരയും പൂർത്തിയാകുമ്പോൾ ചിത്രരചന കാണാൻ എത്തിയവരെയും തന്നോളം പോന്ന ചിത്രകാരന്മാരായി വളർത്തുന്നുണ്ടാകും ഈ കലാകാരൻ. ന്യൂസ് മലയാളം, കൊച്ചി.